കുട്ടികൾ കാണുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് കൈപ്പട ഇല്ലാതായിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അന്നേരം അവർക്ക് ഇപ്പം നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും പിന്നെ ഇത് നിലനിൽക്കണമെങ്കിൽ കുട്ടികൾ തന്നെ, വലിയവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അവർ എന്തെങ്കിലും ചെയ്യുന്നൊരു പ്രതീക്ഷ, അത്രയേ ഉള്ളൂ. ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എക്സിബിഷനൊക്കെ തന്നെ ആന എന്നും പറഞ്ഞൊരു ടൈറ്റിലുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കുട്ടി വന്ന് കണ്ടിട്ട് പറഞ്ഞു, ആ ഞാ എഴുതണ്ടായിരുന്നു, എന്നാൽ തന്നെ അത് ആന എന്ന് വായിക്കാൻ പറ്റുന്നു. രണ്ടക്ഷരമേ ഉള്ളൂ, അതിൽ ആന്ന് എഴുതിയത് കണ്ടാൽ തന്നെ ആന എന്ന് വായിക്കാൻ പറ്റുന്നു. ഞാൻ ഇല്ലെങ്കിൽ പോലും അത് വായിക്കും എന്നാണ് ഒരു കുട്ടി വന്ന് പറഞ്ഞു. അത് അതിശയം തോന്നി. പത്മനാഭൻ്റെ ഈ സിനിമയിൽ ഇത് മാത്രമല്ല, ടൈറ്റിൽ കാർഡ് കാണിക്കത്തില്ലേ, അത് പത്മനാഭൻ്റെ ഒരുപാട് സിനിമയ്ക്ക് ടൈറ്റിൽ കാർഡ് കാണിച്ചിട്ടുണ്ട്. എൻ്റേതാണ് സെല്ലുലോയിഡ് കാലിഗ്രാഫി എന്നും പറഞ്ഞൊരു സൈറ്റുണ്ട്, ആരുടെയോ സൈറ്റോ ബ്ലോഗോ മറ്റോ ആണ്. അതിനകത്ത് ഞാൻ ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഈ കാലിഗ്രാഫി വർക്കുകൾ കുറച്ച് അതിനകത്തുണ്ട്. അത് ഞാൻ ഈ അടുത്ത കാലത്താണ് കണ്ടത്. എഴുതിയ കാലത്ത് ആരും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. വളരെ കാലം കഴിഞ്ഞിട്ടാണ് സുന്ദരമാണ് ഇതിൻ്റെ സാധ്യതകൾ പറഞ്ഞതും എക്സിബിഷൻ നടത്താമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇതുണ്ടായത്. അപ്പോൾ അതിനു മുമ്പൊന്നും ആരും, ഞാൻ 2.5 വർഷത്തോളം ഒരിക്കൽ റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ 2.5 വർഷത്തോളം ഓരോ ആഴ്ചയും പുതിയ പുതിയ ഫോണ്ടുകൾ കലാമതിയിൽ പരീക്ഷിച്ചിരുന്നു. ഒരുത്തരും ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല. മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ഫോണ്ടുകൾ തന്നെ അത്ര നല്ലത് വളരെ കുറവാണ്. അത് ആരെങ്കിലും എന്താണെന്നാ വരാത്തതെന്ന് അറിഞ്ഞുകൂടാ. ചെയ്യാൻ തയ്യാറാണ് ആരെങ്കിലും താല്പര്യപ്പെട്ട് വന്നാൽ ചെയ്യാൻ ആരും സമീപിച്ചിട്ടില്ല.